മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ് വേറെ പല സ്ഥലത്തുനിന്നും ഇപ്പോൾ ചെയ്തിട്ട് ഇതുപോലെ കുറേ കേസുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് കറക്ഷന് വേണ്ടിയിട്ട്. ഒരാളുടെ ഐബ്രോസാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ശരിക്കും മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ് വേറെ എവിടെയോ ചെയ്തതാണ്. ഇതിൽ അവർക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഇങ്ക്, പിന്നെ മോർഫോളജി മെഷർമെൻറ്റ് കറക്റ്റ് ആകാതെ ഒരു ഐബ്രോ എന്താണോ ഷേപ്പ് അത് ജസ്റ്റ് എൻഹാൻസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു രീതി, ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ മൈക്രോ ബ്ലേഡിങ്ങും നമ്മുടെ ടാറ്റു മെത്തേഡ് അല്ലെങ്കിൽ മൈക്രോ ഷെയ്ഡിങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് പലർക്കും അറിയാതെയാണ് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ പോയി പെടുന്നത്. ഇതിപ്പോൾ ചെയ്തിട്ട് വേറെ എവിടെയോ ചെയ്തതാണ്, പക്ഷേ ഒരു 6 monthsോളം ആയി. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ഷെയ്ഡിന് വ്യത്യാസമില്ല. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് മൈക്രോ ബ്ലേഡിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് മൈക്രോ ഷെയ്ഡിങ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ടാറ്റു മെത്തേഡ് എന്ന് പറയും. ടാറ്റു ഇങ്ക് വെച്ചിട്ട് ഇവർ മൈക്രോ ബ്ലേഡിങ് പോലെ ബ്ലേഡ്സ് തന്നെയാണ് യൂസ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ പ്രഷർ കറക്റ്റ് ആകാതെ വരുമ്പോഴും പിന്നെ മോർഫോളജി മെഷർമെൻറ്റ് കറക്റ്റ് എടുക്കാൻ അറിയാത്തവരൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണിത്. അതായത് നാച്ചുറൽ ഒരു ഫിനിഷിങ് ആഗ്രഹിച്ച് മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ സർവീസല്ല മൈക്രോ ഷെയ്ഡിങ്ങും ടാറ്റുയിങ്ങും. തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. യൂസ് ചെയ്യുന്ന ഇങ്കിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ കാണാം, ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടിൻറ്റ് കയറിയിട്ടുണ്ട്. അത് ടാറ്റു ഇങ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ടാറ്റു ഇങ്കിൽ നമുക്ക് മെറ്റൽ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ അത് ഓക്സിഡൈസ് ആകുമ്പോൾ ഗ്രീൻ ആകുന്നതാണ് ഈ കാണുന്നത്.